എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇന്ന് നമ്മൾ തിരുവോണ സദ്യ കഴിക്കുമ്പോഴല്ലോ കുറെ ആൾക്കാർ വളരെ സന്തോഷത്തോടെ കഴിക്കും. എന്നാൽ ചില ആൾക്കാർ വളരെ ടെൻഷനോട് കൂടിയും വിഷമത്തോടു കൂടിയും കൺഫ്യൂഷനോട് കൂടിയൊക്കെ ഇങ്ങനെ സദ്യ കഴിക്കുന്നത് കാണാം. അവർക്ക് ഇഷ്ടപ്പെട്ട പല ആഹാരങ്ങളും മാറ്റിവെച്ചൊക്കെ. ഇതിന് കാരണം അവരുടെ അമിതമായ ശരീരഭാരമാണ്. കുറച്ച് കഴിച്ചാൽ പോലും അവർക്ക് ശരീരഭാരം കൂടുമെന്നുള്ള പേടി കാരണം ഈ ഓണത്തിന് ആഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരഭാരം കൂടുമോ എന്നുള്ള പേടിയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സദ്യ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റ് കൂടുന്ന സാധനം തന്നെയാണ്, ഒരു 10-2000 കാലറി കൊണ്ട്. പക്ഷെ ഓണത്തിന് ഓണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓണസദ്യ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. അന്നത്തെ ദിവസം എൻജോയ് ചെയ്യുക. ഒരു ദിവസം കഴിച്ചത് കൊണ്ട് കൂടുന്ന ഒരു കാര്യമൊന്നും അല്ല ശരീരഭാരം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കഴിക്കുക, എൻജോയ് ചെയ്യുക. പക്ഷെ അതിന് ശേഷം ഉണ്ടല്ലോ, ഈ ഓണത്തിനൊക്കെ ശേഷം, ഓണാഘോഷങ്ങൾക്ക് ശേഷം കൃത്യമായ ഒരു ഡയറ്റ് പ്ലാനിലോട്ട് വരിക എന്നുള്ളതാണ്. അടുത്ത വർഷമെങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ ഈ വിഷമം ഉണ്ടാകും. അടുത്ത വർഷം നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇഷ്ടമുള്ള പായസവും കൂട്ടി കഴിക്കാനുള്ള ഒരു മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റണം. അത് ഈ ഓണം ആകുമ്പോഴും സദ്യ ആകുമ്പോഴും ഒക്കെ വിഷമിച്ചിട്ട്, അല്ലെങ്കിൽ റിലേറ്റീവിന്റെ കല്യാണം വരുമ്പോൾ ഡ്രസ്സ് മാച്ച് ആകുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിന് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് കൊണ്ടുവരണം. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചുമ്മാ ഒരു മനസ്സൊന്നുമല്ല. ഞാൻ എന്റെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്തിരിക്കും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവും. അങ്ങനെ ഉറച്ച തീരുമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുകൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസും സാർക്കോപ്പീനിയയും തൈറോയിഡും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അത് കൃത്യമായ ഡയറ്റ് പ്ലാനും കൃത്യമായ എക്സസൈസുമാണ്. അതിലൊരു 60% നിങ്ങളുടെ ഡയറ്റ് പ്ലാനാണ്. അപ്പൊ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആഹാരം സ്കിപ്പ് ചെയ്യുന്നതല്ല. ആഹാരം കുറച്ച് കഴിച്ചാൽ എഗെയിൻ നിങ്ങളുടെ മെറ്റബോളിസം ഡൗൺ ആവേ ഉള്ളൂ. എന്തുകൊണ്ടാണ് തൈറോയ്ഡ് വരുന്ന ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നത്? അയാളുടെ മെറ്റബോളിസം കുറയുന്നതാണ്. അതേ ആൾ ആഹാരം കൂടി കുറച്ച് കഴിച്ചാൽ പിന്നെയും മെറ്റബോളിസം കുറയും. അങ്ങനെയല്ല ശരീരഭാരം കുറയ്ക്കേണ്ടത്. അപ്പോൾ കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ എടുത്ത് നിങ്ങളുടെ ശരീരഭാരം കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആഘോഷങ്ങൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ തന്നെ സാധിക്കും. അപ്പൊ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റീഷ്യനൊക്കെ പോയി കണ്ട് ചെയ്യാം. ഒരിക്കലും സെൽഫായിട്ട് ചെയ്യരുത് പ്ലീസ്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഡയറ്റീഷ്യൻ പോയി കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ആളിനെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല, അങ്ങനെ ഒരാളിനെ എവിടെ കിട്ടുമെന്ന് അറിയത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. മുകൾ കാണുന്ന നമ്പറിൽ എന്നെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തു തരും. ഉറപ്പായിട്ടും അതൊരു പെയ്ഡ് ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ചെറിയൊരു പേയ്മെന്റ് ഞാൻ വാങ്ങും, അല്ലെങ്കിൽ അതിനൊരു വിലയില്ല. ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരാളിന് അയാളുടെ ലൈഫ് ലോങ് ഒരു ഹെൽപ്പായിട്ട്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാനായിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും. മുകളിൽ കാണുന്ന എന്നെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കോൺടാക്ട് ചെയ്യൂ. ചുമ്മാ എന്നെ കിടന്ന് കോൺടാക്ട് ചെയ്ത കാര്യം, എനിക്ക് ആകെ ഒരു നമ്പറേ ഉള്ളൂ. എന്റെ ഫാമിലി എല്ലാത്തിനും ഒരു നമ്പറാണ്. അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. ഒരു പെയ്ഡ് ഡയറ്റ് പ്ലാൻ നിങ്ങൾ സ്വന്തമാക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ തരുന്നതാണ്. അതോടൊപ്പം തന്നെ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഉറപ്പായിട്ടും ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഫോളോ ചെയ്ത് വെച്ചിരിക്കേണ്ട പേജ് തന്നെയായിരിക്കും എൻ്റെത്. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഡയറ്റ് പ്ലാൻ ആവശ്യമുള്ളവർ ഒന്ന് വിളിക്കുക.